Paper 2 question number 7 ചെയ്യാം. Let L be the straight line joining points P and Q. S be the foot of the perpendicular from point R to the line L. Another line passing through R intersects L at point T such that S divides the line segment PT internal in the ratio PS is to ST is equal to 1:2. പിന്നെ അതിൽ ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ പി ആർ ടി, ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ആർ ടി അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ ഒരു ലൈൻ എൽ ഉണ്ട്, ഇവിടെ റെഫറൻസ് ആയിട്ട് എന്തുണ്ട് പി ഉണ്ട്, പിന്നെ ഇവിടെ എന്തോ ആർ ഉണ്ട് കേട്ടോ. ആറിന് ഇവിടെ എസ് വരച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ടി ഉണ്ട്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഓഫ് കോഴ്സ് ഈ ലൈനിൽ എവിടെ ക്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വെക്ടർ, ഈ ഡയറക്ഷനുള്ള വെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യാം, 1 1, സോ ജെ പിന്നെ പ്ലസ് 2k എന്ന് എടുക്കാൻ പറ്റും ഈ ഡയറക്ഷനിൽ. ഇനി ആറിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം 4 -1 5 ആണ്. പിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം 1 2 -1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പി എസ് വെക്ടർ കണ്ടുപിടിക്കാം. പ്രൊജക്ഷൻ ഉപയോഗിച്ച് ചെയ്യാലോ. പി ആർ ഡോട്ട് വി ടൈംസ് വി ഡിവൈഡ് ബൈ മോഡ് വി സ്ക്വയർ, അങ്ങനെ ചെയ്യാലോ. പി ആർ ഡോട്ട് വി എന്ന് പറയുമ്പോൾ പി ആറിൻ്റെ ഡയറക്ഷനിൽ എന്താ കിട്ടാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ 3 ഉണ്ട്, -3 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ അത് 12 ടൈംസ് വി ബൈ മോഡ് വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 6, അപ്പോൾ 2v എന്ന് കിട്ടും. കറസ്പോണ്ടിങ്ങിലി നമുക്ക് പി എസിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട്, എസിൻ്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് ഒ പിൻ്റെത് കൂടി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒ എസ് എന്താണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒ പി പ്ലസ് പി എസ് ചെയ്താൽ മതിയേ. ഒ പി പ്ലസ് പി എസ്. ഒ പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പ്ലസ് 2j -k പ്ലസ് പി എസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2i പ്ലസ് 2j പ്ലസ് 4k ആണ്. അപ്പോൾ ഇതിൽ നിന്ന് അത് 3i പ്ലസ് 4j പ്ലസ് 3k എന്ന് കിട്ടും. സോ എസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് 3 4 3 ആണ് കിട്ടും. 3 4 3 ആണ് എസിൻ്റെ കോർഡിനേറ്റ്സ്. ഇനി ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ 2 ടൈംസ് ആണ് ഈ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ടി കിട്ടാനായിട്ട്, ഒ ടി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒ പിൻ്റെ കൂടെ പി ടി വേണം, പി ടി ആഡ് ചെയ്യണം. അപ്പോൾ പി എസിൻ്റെ ട്വൈസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഒ പിൻ്റെ കൂടെ, ഒ പി എന്ന് പറയുമ്പോൾ ഐ പ്ലസ് 2j -k, അതിൻ്റെ കൂടെ ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ 2 ടൈംസ് ചെയ്ത പോലെ അതിൻ്റെ 2 ടൈംസ് കൂടി വരും. അപ്പോൾ 6 ടൈംസ് ഐ പ്ലസ് ജെ പ്ലസ് 2k. അപ്പോൾ ഇത് 7i പ്ലസ് 8j പിന്നെ ഇത് പ്ലസ് 11k എന്ന് വരും. അപ്പോൾ ടീൻ്റെ കൂടിയിട്ട് 7 8 11 ആണെന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ കോർഡിനേറ്റ്സും കിട്ടി. ആർ കിട്ടി, പി കിട്ടി, എസ് കിട്ടി, ടി കിട്ടി. ഇനി ബാക്കിയുള്ള എന്താ വെച്ചാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ആർ ടി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ആർ ടി കണ്ടുപിടിക്കാനുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ഇൻഫർമേഷനും ഉപയോഗിച്ച് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ആർ ടി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പി ടി ലെങ്ത് കണ്ടുപിടിക്കാം. പി ടി ലെങ്ത് വിൽ ബി √over 36 പ്ലസ് 12 സ്ക്വയർ 144 ആയിരിക്കും വരാൻ പോണത്. അപ്പോൾ ഇത് വരാൻ പോണത് √over 72 216, √over 216 എന്ന് വരും. അപ്പോൾ ഇത് 6√6 ആണ് പി ടി ലെങ്ത് വരാൻ പോണത്. ഇനി നമുക്ക് എസ് ആർ ലെങ്ത് കണ്ടുപിടിക്കാം. എസ് ആർ ലെങ്ത് കംസ് ഔട്ട് ടു ബി √over 1 പ്ലസ് 25 പ്ലസ് പിന്നെ 4 വരും. അത് വരാൻ പോണത് √30 എന്നാണ് വരാൻ പോണത്. √30 ആണ് ആ സാധനം വരാൻ പോണത്. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു 6√6 ഇൻറ്റു √30. √30 എന്ന് പറയുമ്പോൾ √5 √6. അപ്പോൾ ഇത് ആക്ച്വലി വരാൻ പോണെന്ന് വെച്ചാൽ 6, ഇവിടെ ഈ √6ഉം കൂടി എന്തായി പോയി 6 ആയി 36, 18 √5 എന്ന് വരും. സോ ഏരിയ 18 √5 ആണ് വരിക. സി തെറ്റാണ്. ഇനി ഓർത്തോ സെൻറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർത്തോ സെൻറ്റർ ഇവിടെയാണ് ഉണ്ടാവുക, ഇവിടെ സംഹൗ ഇവിടെ ഉണ്ടാവും. ഓക്കെ,
സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ഓർത്തോ സെന്റർ അവിടെ ഉണ്ട്. അപ്പോൾ ഓർത്തോ സെന്റർ നമ്മൾ RS എന്ന് പറഞ്ഞ ലൈനിലാണ് ഉണ്ടാവുക. ഒന്നുകിൽ വെക്ടർ ഫോമിൽ ചെയ്യാം, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് RSന്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കാം. RSന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞ സാധനം RSന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ എഴുതാൻ പോവാണേ. അത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി, ഇതെല്ലാം പടം ഒന്നും കൂടി വരയ്ക്കട്ടെ ഞാൻ കേട്ടോ. ഈ പടം ഞാൻ ഒന്നും കൂടി എടുത്ത് വരയ്ക്കാൻ പോകണം ഇവിടേക്ക്. P എന്ന് പറഞ്ഞ സാധനം 1 2 -1. ഇത് സിമ്പിൾ ചോദ്യമാണ്. T 7 8 11, S 3 4 3, R 4 -1 5. ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് 3 -3 6 ആണ്. പിന്നെ ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് ഓൾറെഡി അറിയാം, അതേതാ 1 1 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തോ സെന്റർ ഇവിടെ H എവിടെയുണ്ട്. ഒന്നെങ്കിൽ വെക്ടർ ഫോമിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കാർട്ടീഷ്യൻ ഫോമിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് Hന്റെ കോർഡിനേറ്റ്സ് ഒന്നെങ്കിൽ RS വെക്ടർ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോണേ. Hന്റെ കോർഡിനേറ്റ്സ് എഴുതാനായിട്ട് RSന്റെ ഇക്വേഷൻ എഴുതാൻ പോട്ടോ. അപ്പോൾ RSന്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാൻ പോവാണ്. 4 -3 എന്ന് പറയുമ്പോൾ 1, പിന്നെ -5, പിന്നെ 2 എന്ന് കിട്ടും. 1 -5 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x -4 ഡിവൈഡഡ് ബൈ 1 is equal to y plus 1 divided by -5 is equal to z -5 divided by 2 is equal to some lambda. അപ്പോൾ Hന്റെ കോർഡിനേറ്റ് ലാംഡ പ്ലസ് 4 -5 ലാംഡ -1 2 ലാംഡ പ്ലസ് 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഉപയോഗിക്കാം? HT പെർപെൻഡിക്കുലർ ടു RP ഉപയോഗിക്കാം. HT പെർപെൻഡിക്കുലർ ടു RP. അപ്പോൾ HT കണ്ടുപിടിക്കുക. HT എന്ന് പറയുമ്പോൾ HTO THO എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. TH എടുക്കാം നമുക്ക്. THന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ലാംഡ പ്ലസ് 4 7 കുറയ്ക്കുക. അപ്പോൾ ലാംഡ -3, പിന്നെ -5 ലാംഡ -9, പിന്നെ 2 ലാംഡ -6 ആണ്. അപ്പോൾ അത് RPൻ്റെയും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അത് 3 -3 6 ആണ്. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് കൊടുക്കാം. അപ്പോൾ 3 × ലാംഡ -3 പ്ലസ് -3 × -5 ലാംഡ -9 പ്ലസ് 6 × 2 ലാംഡ -6 is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3 ലാംഡ -9 പ്ലസ് 15 ലാംഡ പ്ലസ് 27 പ്ലസ് 12 ലാംഡ -36 is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 15 ലാംഡ ഉണ്ട്, 12 ലാംഡ ഉണ്ട്. അപ്പോൾ 30 ലാംഡ, പിന്നെ ഇവിടെ 45. അപ്പോൾ പ്ലസ് 18 is equal to 0 എന്നാണ് കിട്ടണത്. അപ്പോൾ ലാംഡ വാല്യൂ is equal to -6 ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 6 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ -3 ഡിവൈഡഡ് ബൈ 5 എന്നാണ് കിട്ടുന്നത്. തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. സോ Hന്റെ വാല്യൂ ഇസ് ഗോയിങ് ടു ബി 4 - 3/5, പിന്നെ -5 ലാംഡ എന്ന് പറയുമ്പോൾ 3 - 1, പിന്നെ 2 ലാംഡ പ്ലസ് 5 എന്ന് പറയുമ്പോൾ -6/5 + 5 എന്ന് കിട്ടും. സോ 17/5, 2, 25 19/5. കാൽക്കുലേഷൻ തെറ്റിയില്ല എന്ന് വിചാരിക്കുന്നു. 23/5 -4 31/5 ആണ്. നോക്കാം നമുക്ക്. ലാംഡ വാല്യൂ -3/5 കിട്ടി. അപ്പോൾ Hന്റെ കോർഡിനേറ്റ് ലാംഡ പ്ലസ് 4 -5 ലാംഡ -1 2 ലാംഡ പ്ലസ് 5 ആണ്. ഒന്നുകൂടി കാൽക്കുലേഷൻ നമുക്ക് നോക്കി നോക്കാം. 3 ലാംഡ ഉണ്ട്, പിന്നെ 15 ലാംഡ ഉണ്ട്, 12 ലാംഡ ഉണ്ട്. അപ്പോൾ 30 ലാംഡ ഉണ്ട്. പിന്നെ -18 ആണ്, -18.
അപ്പോൾ ഇവിടെ പ്ലസ് വരാം, പ്ലസ്. ഇപ്പോൾ ഇവിടെ പ്ലസ് വരാം, പ്ലസ് വരാം. മൊത്തത്തിലൊന്നും കൂടി കറക്റ്റ് ചെയ്യാം. അപ്പോൾ 3/5 + 4, പിന്നെ 5 ലാംഡ എന്ന് പറയുമ്പോൾ -3 - 1, 2 ലാംഡ എന്ന് പറയുമ്പോൾ 6/5 + 5 എന്ന് വരും. അപ്പോൾ 23/5 അത് കറക്റ്റാണ്. ഓക്കെ, പിന്നെ -4 അത് കറക്റ്റാണ്. പിന്നെ 25 31/5 അതും കറക്റ്റാണ്. യെസ്, എ ആണ് കറക്റ്റ് ആൻസർ, ബോക്സ് തെറ്റാണ്. അപ്പോൾ അത് ചെയ്യാം. ഇത് കുറച്ച് ലെങ്തിയാണ്. കാർട്ടീഷ്യൻ ഫോമിൽ വെക്ടർ ഫോമിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.